നമസ്കാരം. പി അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ തലവേദനയാവുകയാണ്. അൻവറിന്റെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അൻവർ എംഎൽഎക്കെതിരെ CPMന്റെ പല അണികളും പരോക്ഷമായും പ്രത്യക്ഷമായും സമരത്തിനിറങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. അൻവർ എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് അൻവറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യതയുടെ ലംഘനമാണ് എന്നാണ് പരാതി. ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ കോളുകൾ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കയറി ചോർത്തിക്കുകയോ ചെയ്തുവെന്നും അവ മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുകയും ചെയ്തു എന്ന പരാതിയാണ് FIRിലുള്ളത്. നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്നും FIRിൽ പറയുന്നുണ്ട്. ഇതിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മനഃപൂർവ്വം പ്രകോപനപരമായി കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങളിലൂടെ ചോർത്തിയ ഫോൺ കോളുകൾ പുറത്തുവിടുകയായിരുന്നു എന്നുമാണ് പരാതി. സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് കേസ് വരുന്നത്. അൻവറും CPMും തമ്മിലുള്ള പോരിൽ നിർണായകമാവുകയാണ് ഇപ്പോൾ ഫോൺ ചോർത്തൽ കേസ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൗരവമേറിയ വിഷയമാണ് എന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവറിനെതിരെ കറുകച്ചാൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും CPMും സർക്കാരും പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം.